ഇതെങ്ങനെ മുതലാവുന്ന 8 രൂപയ്ക്ക് ഇത് എങ്ങനെയാണ് മുതലാവുന്നത്? നല്ല ബൂസ്റ്റ് മേളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ആ ബൂസ്റ്റ് ഇട്ട് കൊടുത്തതിന്റെ. ഇന്നത്തെ കാലത്ത് 10 രൂപ കൊടുത്താൽ എന്ത് കിട്ടും? ഒരു ചായക്ക് പോലും 12 രൂപയായിട്ടുള്ള ഈ ഒരു സമയത്ത് കണ്ടില്ലേ, ഈ ഒരു മിനറൽ വാട്ടറിന് പോലും 10 രൂപയാണ്. ആ ഒരു സമയത്ത് 8 രൂപയ്ക്ക് താണ്ടി ഇതുപോലെ ഒരു ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഷാർജ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പൊ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം പത്തനാപുരത്തിനടുത്ത് മരുതിപൂട് എന്ന് പറയുന്ന പള്ളിക്ക് സമീപത്തായിട്ടുള്ള ഉപ്പിലിട്ടതും സർബത്തും എന്നാണ് ഈ ഒരു കടയുടെ പേര്. ഇവിടുത്തെ വെറും 8 രൂപയുടെ ഒരു ഷാർജയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. 8 രൂപയുടെ മാത്രമല്ല, പല മോഡലുണ്ട്. 8 രൂപ, 28 രൂപ, 48 രൂപ, അങ്ങനെ 3 മോഡൽ ഷാർജയാണുള്ളത്. നോർമൽ നമ്മളൊരു ഷാർജ വാങ്ങിച്ചാൽ പോലും നമുക്ക് അതിൽ ഇങ്ങനെ ബൂസ്റ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അതേസമയത്ത് ഇത്രയും ക്വാണ്ടിറ്റിയിൽ വെറും 8 രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേട്ടൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ചേട്ടാ എവിടെയാ വീട്? എവിടെയാ? എന്റെ വീട് പത്തനാപുരത്താണ്. പത്തനാപുരം തന്നെ. നമ്മുടെ പാറക്കലാണ്. പാറക്കൽ. നമ്മളിപ്പോ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം മരുതുമൂട്. അപ്പം മരുതുമൂട് നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെയാണ്. പള്ളി അടുത്ത് തന്നെ. ഇവിടെ നിന്ന് എത്തി നോക്കിയ പള്ളി കാണാം. അത്ര അടുത്ത് തന്നെയാ. ഇപ്പൊ എത്ര നാളായി ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മൾ 1.5 കൊല്ലത്തോളം. 1.5 വർഷമായി. 1.5 വർഷം. ഓ, 1.5 വർഷത്തോളം ആയിട്ട് ചേട്ടൻ ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ഇതാരും അറിഞ്ഞിട്ടില്ല. വില കുറഞ്ഞ് ഇങ്ങനെ കൊടുക്കുന്ന കാര്യം അല്ലേ? അപ്പൊ അതിന് ആൾക്കാർ അറിയണമെന്ന് എനിക്ക് തോന്നി. അതിനാണ് നമ്മൾ മെയിൻ ആയിട്ട് അവിടെ നിന്ന് ഇവിടം വരെ വന്നത്. നമ്മൾ നേരത്തെ തൊട്ട് ഈ റേറ്റിന് തന്നെയാണോ കൊടുത്തോണ്ടിരിക്കുന്നത്? നമ്മൾ ഷാർജ നമുക്ക് നേരത്തെ ഇല്ലായിരുന്നു. നമ്മൾ ഈ ന്യൂ ഇയർ തൊട്ട് നമ്മുടെ ആശയം മുൻകൊണ്ട ഒരു സാധാരണക്കാരന് ചെറിയ രീതിയിൽ എങ്ങനെ ഒരു ഷാർജ, ഇന്ന് ചായക്ക് 10 രൂപയാണ്, 12 രൂപയാണ്. അപ്പൊ സാധാരണക്കാരൻ നമ്മളൊരു ഷാർജ കുടിക്കാൻ ഈ വെയിലത്ത് എങ്ങനെ ആഗ്രഹം. അപ്പൊ ഞങ്ങളൊരു ആശയം കൊണ്ടതാണ് നമ്മൾ 8 രൂപയ്ക്ക് ഷാർജ കൊടുക്കാന്നുള്ള രീതിയിൽ ഒരാശയം പറഞ്ഞാൽ ക്വാണ്ടിറ്റി ആ ഒരു ഇല്ല. കണ്ടില്ലേ, ആ 8 രൂപയുടെ ഷാർജ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ഈ 8 രൂപയാണെങ്കിലും ഇതിലെ ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സും ചെറിയും ബൂസ്റ്റും പാലൊക്കെ തന്നെയാണ് അവർ ചേർത്തിരിക്കുന്നത്. നമുക്കൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ബൂസ്റ്റ് മേളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ആ ബൂസ്റ്റ് ഇട്ട് കൊടുത്തതിന്റെ. കൊള്ളാം കേട്ടോ. ഇത് കഴിക്കാനുള്ള സാധനമുണ്ട്. ഒരു സ്പൂൺ കൂടെ തന്നെ. സ്പൂൺ ഇട്ട് നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസും ഇതിൻ്റെ അകത്തുണ്ട്. ഇച്ചിരി ക്ലോസ് വെച്ചാൽ കാണാൻ പറ്റുമായിരിക്കും. കണ്ടില്ലേ, ട്യൂട്ടി ഫ്രൂട്ടിയും ബൂസ്റ്റും എല്ലാം കൂടി പറ്റിയിരിക്കുന്നതിൻ്റെ. ഇതെങ്ങനെ മുതലാവുന്ന 8 രൂപയ്ക്ക് ഇത് എങ്ങനെയാണ് മുതലാവുന്നത്? സമ്മതിച്ചേട്ടാ. അതെ, അണ്ണൻ പറയുന്ന കസ്റ്റമറിന്റെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം എന്നാണ്. ഇതിന്റെ അടിയിലോട്ട് പോവാണെങ്കിൽ ഇത് കണ്ടോ, ഇങ്ങനെ ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ നമുക്ക് സ്പൂണും കൂടി ഇട്ടാലേ ഇത് 8 രൂപയ്ക്ക് വേണമെങ്കിൽ മേടിച്ചിട്ട് അപ്പുറത്ത് 20 രൂപയ്ക്ക് കൊടുക്കാം. അത്രയ്ക്ക് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നേരത്തെ ഒരാൾ വീഡിയോ ഇട്ട് ഒരുപാട് പേര് വരുന്നുണ്ടല്ലേ? നമ്മളിപ്പോ നിൽക്കാനായില്ല, റോഡ് സൈഡിലായതുകൊണ്ട് നിങ്ങൾക്ക് നോയ്സ് ചിലപ്പോൾ ചെറിയൊരു പ്രശ്നം കാണും വണ്ടി പോകുന്നതിന്റെ. ഇപ്പൊ ഒരു പുള്ളിക്കാരനും വന്നിട്ട് വീഡിയോയിൽ ചോദിച്ച പോലെ 8 രൂപയ്ക്ക് നീ ഷാർജ കൊടുക്കുമെന്ന് വെച്ചിട്ട് ഇറങ്ങി വന്നേ. നാട്ടുകാർ പോലും ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയത് അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു 8 രൂപയുടെ ഷാർജ കുടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പുനലൂരിൽ ഇവിടം വരെ യാത്ര ചെയ്ത് വന്നത്. കാരണം ഇത് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ആൾക്കാരെ പറ്റിക്കുവാന്നോ അത് 8 രൂപയ്ക്ക് കൊടുക്കും, അത് തീർന്നു പോയെന്ന് പറയുന്നതൊക്കെ അറിയാൻ വേണ്ടി വന്നയാ. പക്ഷെ ഒന്നുമില്ല, ചേട്ടൻ ഈ 8 രൂപയുടെയും പറഞ്ഞ് 28-ന്റെയും 48-ന്റെയും ഷാർജ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പോസിറ്റീവായിട്ട് വരുന്നുണ്ട്, എന്നാൽ ചിലവരുടെ നെഗറ്റീവായിട്ട് വരുന്നത്. ഈ നെഗറ്റീവായിട്ട് പറയുന്നവരുടെ തന്നെ നമ്മുടെ ബിസിനസിന് തന്നെ വ്യാപിക്കുന്ന ഒരു തരത്തിലുള്ളതുണ്ട്. എന്ന് പറഞ്ഞാല് 8 രൂപയ്ക്ക് നിങ്ങൾ ഷാർജ കൊടുക്കുന്നു, 28,000 രൂപ ഹോസ്പിറ്റൽ ചെലവ്. കമന്റ് ആണ്. അല്ല, അതെന്താന്ന് പറഞ്ഞാൽ ചേട്ടാ, ചിലപ്പോ ഈ കമന്റ് ഇട്ട പുള്ളിക്കാരന്റെ വീട്ടിലും ചിലപ്പോൾ ഇതണക്കൊരു ഷോപ്പ് കാണും, അല്ലെങ്കിൽ ഇട്ട ആളുടെയിലും ഇങ്ങനെ ഷോപ്പ് കാണും. അവര് ചിലപ്പോൾ 40-നും 50-നൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ഷാർജ ഒറ്റയടിക്ക് 8 രൂപയ്ക്ക് കൊടുക്കുവാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഷാർജകൾ കിട്ടാറുണ്ട്. വേറെ കോമഡി അതല്ല, 48 രൂപയുടെ ഷാർജ നമ്മൾ കൊടുത്തിട്ട് അതിന്റെ ഗ്ലാസ് കഴിയ വെള്ളം 8 രൂപ കൊടുക്കുന്നതാണ് അടുത്ത കമന്റ്. എന്തൊക്കെ കേൾക്കണമെന്ന് നോക്കണേ. അതെല്ലാം ചേട്ടൻ ഇത്രേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞ പോലെ സാധാരണക്കാരന് ഈ ഒരു പൊരി വെയിലത്ത് പൊരി ചൂടത്ത് സമയത്ത് നല്ല ഷാർജ കുടിക്കാൻ വേണ്ടിയിട്ടാണ് വെറും 8 രൂപയ്ക്ക് ചേട്ടൻ ഈ ഒരു പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇത് എത്ര നാളാന്ന് വെച്ചാൽ ചേട്ടൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ. അപ്പം ചേട്ടനെ കണ്ടപ്പോഴേ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പരിചയക്കാരോ കാര്യങ്ങളൊന്നും അല്ല, ഇതിനു വേണ്ടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. ഇത് സത്യമാണെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്ക് ഇതുപോലെ ഒരു ഷോപ്പ് ഉണ്ടായിരിക്കാം. അവർ 50-നും 40-നും കൊടുത്തോണ്ടിരിക്കുന്ന ഷാർജയായിരിക്കും. അപ്പൊ അത് ചേട്ടൻ 8 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്ക് അസൂയ തോന്നും. അതാ ഈ നെഗറ്റീവ് കമന്റ് കണ്ട് വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ തുറന്നുകൊണ്ട് പോകും. ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ കട 1-ാം വാർഷികത്തിന് നല്ലൊരു ഓഫർ ആയിരുന്നു. ഒരു കുടിക്ക് ഒരു കടി ഫ്രീ എന്ന് പറഞ്ഞാൽ 10 രൂപ വെള്ളം വാങ്ങിച്ചാലും നമ്മൾ കടി ഫ്രീ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മുട്ട പുഴുങ്ങിയതിന്റെ അകത്ത് കാന്താരി ചമ്മന്തിയൊക്കെ വെച്ചാണ് ഒരു കുടിക്ക്
കടി ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. കൊടുത്തോണ്ടിരുന്നത്. അത് നമ്മളെ 1 മാസത്തോളായിരുന്നു ഓഫർ ഉള്ളായിരുന്നു. ഇതിപ്പോ നമ്മൾ കണ്ടിന്യൂസ് ഇട്ടേക്കുന്നതാണോ? ഇത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞ പോലെ മരുതമൂട് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ ഉപ്പിലിട്ടതും സർബത്തും എന്ന് പറയുന്ന ഈ ഒരു കട. എന്തായാലും സന്തോഷം. ഇനിയും പുതിയ ഓഫറൊക്കെ വരുമ്പോൾ നമ്മൾ വരും. ചേട്ടൻ വിളിച്ചിട്ടൊന്നും അല്ല, ഞാൻ ഇവിടം വരെ വരണമെങ്കിൽ അത് അത്രയും കാര്യം ഉണ്ടായിട്ടായിരിക്കും. ഇനി 2 ചാർജ് ഞങ്ങൾ കുടിച്ചു തീർക്കാറുണ്ട്, അതുകൂടെ കുടിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിയാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.